Hey friends, welcome back to another episode of Sajil's Tech Center. എൻ്റെ പേര് സജിൽ ലത്തീഫ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം എൻ്റെ യൂട്യൂബ് അക്കൗണ്ടിൽ 1000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുന്ന ദിവസമാണ്. ആക്ച്വലി 2 ദിവസം മുമ്പ് ഇത് കംപ്ലീറ്റ് ആയിരുന്നു. ഞാനൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ കുറച്ച് വർക്ക് അധികമായിരുന്നു, എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു 3-4 ദിവസമായിട്ട്. സോ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു താങ്ക്സ് കൂടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് നാളായി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആളുകൾ ഒരുപാട് പ്രാവശ്യമായിട്ട് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വീഡിയോ ആനിമേഷൻ അതിനെക്കുറിച്ചൊരു ട്യൂട്ടോറിയൽ ചെയ്യാൻ പാടില്ല എന്ന്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഈ ആനിമേഷൻ എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ ചെറിയൊരു ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇന്ന് ചെയ്യുന്ന ഈ ട്യൂട്ടോറിയലിൽ സോഫ്റ്റ്വെയർസോ അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങളൊന്നുമില്ല ഞാൻ കാണിക്കുന്നത്. ഒരു വെബ്സൈറ്റ് ഉണ്ട്, ആ വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് യൂസ് ചെയ്തിട്ട് ഒരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതും നിങ്ങൾക്ക് മറ്റുള്ള ഫ്രീലാൻസിങ് ജോബ് വെബ്സൈറ്റുകളിൽ വിൽക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. സോ ഈ ഒരു വെബ്സൈറ്റിന്റെ പേരാണ് flixpress.com എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് ടെംപ്ലേറ്റ്സ് മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾ ഒരു സർട്ടൺ എമൗണ്ട് ഇതിൽ ഒരു പാക്കേജ് പേ ചെയ്താൽ മാത്രമേ അതിൽ കംപ്ലീറ്റ് ടെംപ്ലേറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ വലിയ എമൗണ്ട് ഒന്നുമല്ല നമ്മൾ പേ ചെയ്യേണ്ടത്. $8 to $10 $20 മുതലായ സംഭവങ്ങളാണ് ഇതിന്റെ പാക്കേജിൽ വരുന്നത്. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ $8 അല്ലെങ്കിൽ ബേസിക് പാക്കോ നിങ്ങൾക്ക് യൂസ് ചെയ്താൽ വളരെ കുറച്ച് ടെംപ്ലേറ്റ്സ് മാത്രമേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതും HD ക്വാളിറ്റി ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. ഇപ്പോൾ എല്ലാ ക്ലയൻസും ആവശ്യപ്പെടുന്നത് HD ക്വാളിറ്റി വീഡിയോസ് ആയിരിക്കും. സോ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഫ്രീ അക്കൗണ്ട് എടുത്താൽ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ചെറിയൊരു എമൗണ്ട് നിങ്ങൾ പേ ചെയ്യേണ്ട വരും. ഇൻവെസ്റ്റ്മെന്റ് ഇതിൽ ആവശ്യമാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് വെബ്സൈറ്റിലെ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതിൽ 100% ലൈസൻസിങ് ഉള്ള ഒരു വെബ്സൈറ്റ് ആണ്. നിങ്ങൾക്ക് തേർഡ് പാർട്ടിക്ക് വിൽക്കാനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട്. അതിനൊരു പാക്കേജ് നിങ്ങൾ മേടിക്കേണ്ടി വരും. സോ ഇതിലുള്ള ഒരുപാട് ടെംപ്ലേറ്റ്സ് 5speed പോലെ വെബ്സൈറ്റുകളിൽ സെല്ലേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ബയേഴ്സിന് വിൽക്കുന്നുണ്ട്. അവരുടെ ഇഷ്ടമനുസരിച്ച് റേറ്റ് ഫിക്സ് ചെയ്യും അതിൽ. എന്നിട്ട് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഈ സെല്ലർ ഒരു ലോഗോയോ, ഇപ്പോൾ ഇൻട്രോ വീഡിയോ ആണ് അവർ ഓർഡർ ചെയ്യുന്നതെങ്കിൽ സെല്ലർ തരുന്ന ലോഗോയും അതുപോലെ അവരുടെ ടെക്സ്റ്റോ വെബ്സൈറ്റ് അഡ്രസ്സോ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ക്ലയൻസിന് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് ഈ flixpress.com എന്ന് പറയുന്നത്. സോ ഇന്ന് ഞാൻ ഒരു ഫസ്റ്റ് ബേസിക് വീഡിയോ എന്ന രീതിയിൽ റിവ്യൂ ചെയ്യാൻ പോകുന്നത് flixpress.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റ് flixpress.com എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. ഇതിലൂടെ നമുക്ക് അത്യാവശ്യം വീഡിയോ എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആനിമേഷൻ വീഡിയോസ് എല്ലാം അത്യാവശ്യം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ യൂട്യൂബ് ഇൻട്രോസ്, ഔട്ട്രോ മുതലായ സംഭവങ്ങളെല്ലാം നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ താഴെ കാണാൻ സാധിക്കും യൂട്യൂബ് ഇൻട്രോസ്, പ്രൊമോ വീഡിയോസ്, ആനിമേറ്റഡ് സ്ലൈഡ് ഷോസ്, വീഡിയോ അനൗൺസ്മെൻറ്റ്. ഇതെല്ലാമാണ് നമ്മൾ മറ്റുള്ള ഫ്രീലാൻസിങ് വെബ്സൈറ്റുകളിൽ വിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതും. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും രജിസ്റ്റേർഡ് യൂസേഴ്സ് എന്ന് പറയുന്നത് 78,11,000 സംതിങ് ആണ്. ഇത്രയും വീഡിയോസ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റ് മുഖേന. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ വാല്യൂ $1 lakh. ഇതിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് വരുന്നത്. ഇപ്പോൾ ഫ്രീ ആയിട്ട് നമുക്കിതിൽ രജിസ്റ്റർ ചെയ്യാം. പക്ഷേ നമ്മൾ ചെയ്യുന്ന വീഡിയോയിലെല്ലാം ഫ്ലിക്സ്പ്രസിൻ്റെ ലോഗോ ഉണ്ടാവും, വാട്ടർമാർക്ക് ലോഗോ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു മാസം 2 മിനിറ്റ് നീളമുള്ള വീഡിയോ മാത്രമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സ്റ്റോറേജ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ഇതിൽ നമുക്ക് ഒരു ദിവസം സ്റ്റോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ റെസൊല്യൂഷൻ വളരെ കുറവാണ്, 360p ഉള്ളൂ. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത് 15 എണ്ണം. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു പേഴ്സണൽ പ്ലാൻ വരുന്നത് 0.83 per month. ഇത് വളരെ കുറവായിട്ടുള്ളൊരു എമൗണ്ട് ആണ്. ഇത് ഈ ഒരു പാക്കേജ് നിങ്ങളിപ്പോൾ ആനുവലി പേ ചെയ്യണമെങ്കിൽ $3.49 ഉള്ളൂ. ഏകദേശം $3.5 ഒരു വർഷം നിങ്ങൾ പേ ചെയ്താൽ മതി. പക്ഷേ ഈ 2 പാക്കേജ് നമുക്ക് ഈ വർക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പേഴ്സണൽ യൂസിന് നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2 പാക്കേജും യൂസ് ചെയ്യാം. വിൽപ്പനയാണ് അതായത് ഫ്രീലാൻസിങ് വെബ്സൈറ്റ് ത്രൂ വിൽക്കാനാണ് നമ്മൾ ഉദ്ദേശമെങ്കിൽ ഇതിലേതെങ്കിലും ഒരു പാക്കേജ് നമ്മൾ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യണം. ആദ്യമല്ല നമുക്ക് ഈ എക്സ്പേർട്ട് എന്ന് പറയുന്ന ഈ ഒരു പാക്കേജ് പർച്ചേസ് ചെയ്താൽ മതിയാവും. 9.99 per month വരുന്നത്. അതിൽ സ്റ്റോറേജ് പറയുന്നത് 60 days ആണ്. അതുപോലെ 30 minutes വീഡിയോസ് വരെ നമുക്കിതിൽ മാക്സിമം ക്രിയേറ്റ് ചെയ്യാം. ക്വാളിറ്റി 1080 ഫുൾ HD ആണ്. അതുപോലെ തന്നെ ടെംപ്ലേറ്റ് 101 ടെംപ്ലേറ്റ് നമുക്ക് യൂസ് ചെയ്യാം. മൾട്ടി ആക്ട്, ഇതിൽ റിയൽ ആക്ടേഴ്സിൻ്റെ ടെംപ്ലേറ്റ്സ് ഉണ്ട്. അത് നമുക്ക് ഈ ഒരു പാക്കേജിൽ യൂസ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ യൂട്യൂബ് മോണിറ്റൈസേഷൻ സാധ്യമാണ്. അപ്പോൾ നമുക്ക് ക്ലയൻസിന് തൽക്കാലം അത്യാവശ്യം വിൽക്കാൻ സാധിക്കും. ഇത്
റീസെൽ കൊടുത്തിട്ടില്ല എന്നെങ്കിലും നമുക്ക് ചില വെബ്സൈറ്റുകളിൽ, ഫ്രീലാൻസിങ് വെബ്സൈറ്റുകളിൽ ഈ ഒരു പാക്കേജ് യൂസ് ചെയ്താൽ വിൽക്കാൻ സാധിക്കും. പിന്നെ വരുന്നത് പ്രൊഫഷണൽ പാക്കാണ്. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മറ്റുള്ള ഫ്രീലാൻസിങ് ജോബ് വെബ്സൈറ്റുകളിൽ യൂസ് ചെയ്യുന്നത്. കാരണം ഇതിലൊരു റീസെയിൽ ലൈസൻസ് കൂടിയുണ്ട്. നമുക്ക് ഫ്രീലാൻസിങ് വെബ്സൈറ്റുകളിൽ മറ്റുള്ള ക്ലയൻറ്റിന് വിൽക്കാൻ സാധിക്കുന്ന ഒരു പാക്കേജാണിത്. കൂടുതൽ ആളുകളും പക്ഷേ ചെയ്യുന്നത് ഈ എക്സ്പെർട്ട് പാക്ക് എടുത്തിട്ട് റീസെയിൽ ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. ഫൈസ്ക്വിഡോ, ഫൈവറോ പോലത്തെ വെബ്സൈറ്റുകളിൽ അവർ വിൽക്കാനിടും, എന്നിട്ട് റീസെയിൽ ചെയ്യും. ക്ലയൻറ്റ് ഇപ്പോൾ യൂട്യൂബിൽ മോണിറ്റൈസ് ചെയ്താൽ പോലും ഈ ഒരു പാക്കിന് ഒരു ദോഷവും വരില്ല. കാരണം യൂട്യൂബ് മോണിറ്റൈസിങ് എന്നുള്ള ഓപ്ഷൻ കമേഴ്ഷ്യൽ റൈറ്റ്സിൽ കൊടുത്തിട്ടുണ്ട് ഇത്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്ലാൻസ്. ഇതെല്ലാം കുറച്ച് വലിയ പ്ലാൻസാണ്. 79 എൻ്റർപ്രൈസ് പ്ലാൻ. ഓക്കെ, നമ്മളിപ്പോൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ 9.99 അല്ലെങ്കിൽ പേഴ്സണൽ പ്ലാൻ എടുക്കണം ഇപ്പോൾ റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ മറ്റുള്ള ഒരു പ്ലാനാണ് ഇൻഡിവിജ്വൽ പ്ലാൻ എന്ന് പറയുന്നത്. ഇതിൽ $1 കൊടുത്ത് നമുക്ക് ഈ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഓരോ ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്നതിനും നമ്മൾ എക്സ്ട്രാ ക്യാഷ് പേ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അത് റീസെല് ചെയ്യാനും എക്സ്ട്രാ ഓരോ ടെംപ്ലേറ്റിന് പേ ചെയ്യേണ്ടി വരും. ഇത് നമുക്ക് ആവശ്യമില്ല. നമുക്കിതിൽ ഏതെങ്കിലും ഈ 2 പാക്കേജുകളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതിയാവും. സോ നമുക്കാദ്യം ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, യൂസർ നെയിം, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ്, പാസ്വേഡ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. ഐ അഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം ഓട്ടോമാറ്റഡ് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷനിലേക്ക് വരിക. ഈ ഓരോ ടെംപ്ലേറ്റും നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ടാവും ഏത് പ്ലാൻ എടുത്താലാണ് ഈ ടെംപ്ലേറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പേഴ്സണൽ പ്ലാൻ എടുത്തവർക്ക് ഈ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യാം. അതിനുവേണ്ടി അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതുപോലെയായിരിക്കും ആ ടെംപ്ലേറ്റ് വരുന്നത്. ഇത് നമുക്കിപ്പോൾ യൂട്യൂബ് ഇൻട്രോ ആയിട്ട് വിൽക്കാൻ സാധിക്കും ഫൈവർ പോലത്തെ വെബ്സൈറ്റുകളെല്ലാം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, ഫൈവർ ഇപ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ റീസെയിൽ പാക്ക് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കോപ്പിറൈറ്റ് പ്രശ്നം കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ റീസെയിൽ ലൈസൻസ് ഫൈവറിന് സെൻഡ് ചെയ്ത് കൊടുക്കാം. സോ അത് എപ്പോഴും ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യം ഒന്ന് ലോഗിൻ ചെയ്യാം, എന്നിട്ട് ഓരോ ടെംപ്ലേറ്റ്സ് ആയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് കിട്ടും. ഫസ്റ്റ് തന്നെ ഇതിൽ 12 ടെംപ്ലേറ്റ്സ് നോൺ കമേഴ്ഷ്യൽ യൂസിന് വേണ്ടിയിട്ട്, നമുക്ക് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഗെറ്റ് ഫ്രീ പ്ലാനിലേക്ക് പോവുക. ഓക്കെ, ഇതിലിപ്പോൾ ഒരുപാട് ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിലേതെങ്കിലും ഒരെണ്ണം ഒന്ന് സെലക്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അക്കൗണ്ട് ബാലൻസ് 2 എന്ന് കാണിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഫ്രീ വേർഷനാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് എഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആ 3D എഫക്റ്റ് കിട്ടാനുള്ള ഏതെങ്കിലും ഒരു ലോഗോയോ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ദെൻ പ്രൊസീഡ് കൊടുക്കുക. ഇവിടെ ചെന്നിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ നെക്സ്റ്റ്. ഓക്കെ, മെയിൻ ടൈറ്റിൽ എന്ന് പറയുന്നത് ഈ വെബ്സൈറ്റ് അഡ്രസ്സ് ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സജിൽസ് ടെക് സെൻറ്റർ എന്ന് കൊടുക്കുന്നു. ഓക്കെ, സബ് ടൈറ്റിൽ അതുപോലെ തന്നെ എന്തെങ്കിലും ടാഗ് ലൈനോ പോലത്തെ എന്തെങ്കിലും കൊടുക്കാം നിങ്ങൾക്ക്. ദെൻ ഓഡിയോ വേണമെങ്കിൽ ഇവിടുന്ന് നമുക്കിപ്പോൾ ഓഡിയോ ഓൾറെഡി ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക. എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് പ്രിവ്യൂ, ആ പ്രിവ്യൂവിലൊന്ന് നോക്കുക. ഓക്കെ, വ്യൂ മൈ പ്രിവ്യൂ എടുക്കുക. നമ്മളിപ്പോൾ ഇത് ഇവിടെ അപ്ഗ്രേഡ് എന്ന് കാണിക്കുന്നത് കാരണം ഫുൾ റെസൊല്യൂഷനിൽ ആ വീഡിയോ കിട്ടണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ കാണിക്കുന്ന നോട്ട്സ് എല്ലാം നിങ്ങൾ ലൈസൻസിങ് നോട്ട്സ് എല്ലാം വായിച്ച് നോക്കണം. അല്ലെങ്കിൽ ഫൈവറിലൊക്കെ അപ്ലോഡ് ചെയ്താൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫൈവർ ബ്ലോക്ക് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് റീസെയിൽ ഉള്ള ലൈസൻസ് തന്നെ നിങ്ങൾ എടുക്കണമെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഓക്കെ, സജിൽസ് ടെക് സെൻറ്റർ എന്ന് കൊടുത്ത മെയിൻ ടെക്സ്റ്റാണ് ആദ്യം വരുന്നത്. നമ്മൾ കൊടുത്തിരുന്ന ഇമേജ് ഇവിടെ വരും. അതുപോലെ തന്നെ താഴെ ടാഗ് ലൈൻ്റെ അവിടെ ഹലോ എന്ന് വരും. ഇതിൽ പ്രിവ്യൂ എന്ന് കൊടുക്കുന്നു. ഇതിപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യണം നമ്മൾ, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. ഡൗൺലോഡ് ചെയ്യാം, പക്ഷേ ഈ പ്രിവ്യൂ എന്ന് പറയുന്ന ഈ ഒരു വാട്ടർമാർക്ക് ഇതിലുണ്ടാവും. ഏതൊരു ടെംപ്ലേറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ. ഈ സെയിം ടെംപ്ലേറ്റ്സ് ഒക്കെ തന്നെ ഒരുപാട് പേര് ഫൈവറിലും ഫൈസ്ക്വിഡിലും ഒക്കെ ഇൻട്രോ വീഡിയോസിനും അതുപോലെ തന്നെ എക്സ്പ്ലെയിനർ വീഡിയോസിനെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരെല്ലാം റീസെയിൽ പാക്ക് എടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് ആയിരക്കണക്കിന് ടെംപ്ലേറ്റ്സ് ഇതിൽ ഓൾറെഡി ഉണ്ട്. നല്ല ക്വാളിറ്റി ടെംപ്ലേറ്റ്സ് ഒക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണം. അല്ലാതെ ഫ്രീ വേർഷനിൽ അധികം ഒന്നും അവൈലബിൾ അല്ല. ഇപ്പോൾ ഇത് ഒരു റിയൽ വീഡിയോ ആണ്, അതായത് റിയൽ ആക്ടേഴ്സ് വർക്ക് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഇത് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്ടേഴ്സിനെ അല്ലെങ്കിൽ സർവീസോ എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് എല്ലാം ഇതിൽ എഡിറ്റ് ചെയ്യാം. ഈ പറയുന്നതെല്ലാം എഡിറ്റ് ചെയ്യാൻ സാധിക്കും ഇതിൽ. അതിന് പക്ഷേ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണം. ഫ്രീ വേർഷനിലൊന്നും അവൈലബിൾ അല്ലത്. ഇതുപോലെ ഒരു എക്സ്പ്ലെയിനർ വീഡിയോ അല്ലെങ്കിൽ റിയൽ
പ്രൊമോ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നവർ ഇതിൽ നിന്ന് ഇൻട്രോ എല്ലാം യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ലൈസൻസിങ് നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യുക നിങ്ങളുടെ വീഡിയോസിൽ, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ പ്രൈസിങ്ങിൽ കാണിച്ചതുപോലെ യൂട്യൂബ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ആ ഓപ്ഷൻ മുതൽ മറ്റുള്ള ഹൈ പാക്കേജ് എല്ലാം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പാക്കേജ് മുതൽ മറ്റുള്ള വലിയ പാക്കേജുകൾ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇൻട്രോയോ ഔട്ട്രോയോ അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോസ് എല്ലാം യൂട്യൂബിൽ മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതല്ല ഈ ഒരു പാക്കേജ് പേഴ്സണൽ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ യൂട്യൂബ് ഇൻട്രോസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ വീഡിയോയിൽ അറ്റാച്ച് ചെയ്താൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് പ്രശ്നം വരും. ഈ ഫ്ലിക്സ് പ്രസ് തന്നെ അത് റിപ്പോർട്ട് ചെയ്തെന്നിരിക്കും. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ അൽഗോരിതം ചെയ്യും. ഇതിൻ്റെ ഏതെങ്കിലും പാക്കേജ് എടുത്തിട്ട് മാത്രം നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് എല്ലാം ചെയ്യുക. അതുപോലെ തന്നെ ക്ലയൻസിനും വീഡിയോസ് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഈ വെബ്സൈറ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്ലിക്സ് പ്ലസ് ഇതിൽ 100 കണക്കിന് ടെംപ്ലേറ്റ്സ് ഉണ്ട്. അതെല്ലാം നിങ്ങൾ ആദ്യം ഒന്ന് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് കോപ്പി പേസ്റ്റ് ആണ്. ക്ലയൻറ്റ് വരുന്ന ആ ടെക്സ്റ്റ് അതുപോലെ തന്നെ ലോഗോയും നിങ്ങൾ ചേഞ്ച് ചെയ്യുക. പ്ലാൻസ് അനുസരിച്ചിരിക്കും ഇതിൻ്റെ ടെംപ്ലേറ്റ്സ് എല്ലാം. ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ഒരു സ്ലൈഡ് ഷോ വീഡിയോ ആണ് നിങ്ങളോട് ചോദിച്ചു എന്നിരിക്കുക. അതായത് കുറേ ഫോട്ടോസ് വരും, അത് വെച്ച് നിങ്ങളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടെംപ്ലേറ്റ് എടുത്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ഈ കാണിച്ചിരിക്കുന്ന എല്ലാ ഇമേജസും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റും ടാഗ് ലൈൻ ഇതെല്ലാം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. എന്നിട്ട് ക്ലയൻറ്റിന് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. അതും വളരെ ബേസിക് ആയിട്ടുള്ളൊരു വീഡിയോ ക്രിയേഷൻ വെബ്സൈറ്റാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇതൊരു തുടക്കമായതുകൊണ്ട് മാത്രം ഞാൻ ചെറിയൊരു വെബ്സൈറ്റ് കാണിച്ചെന്നുള്ളൂ. ഇനിയും വരുന്ന എപ്പിസോഡ്സിൽ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നിങ്ങൾക്ക് ആനിമേഷൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, അതുമല്ലെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 2D വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് എങ്ങനെ വെബ്സൈറ്റ്സ് ത്രൂ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ട്യൂട്ടോറിയൽ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. സോ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. സോ ഇനിയും പുതിയ ആനിമേഷൻ വീഡിയോ ട്യൂട്ടോറിയൽസും മറ്റുള്ള ട്യൂട്ടോറിയൽസുമായി ഞാൻ വരുന്നതാണ്. സോ എല്ലാവരും എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.